ശബരിമലയിലെ ദ്വാരപാലകരുടെ വിഗ്രഹ പാളി ഇളക്കി മാറ്റിയ സംഭവം കോടതി ഉത്തരവുകൾക്കെതിരെന്ന് ഹൈക്കോടതി. ഹൈക്കോടതിയുടെ ഉത്തരവ് അനിവാര്യമായിരുന്നുവെന്നും ദേവസ്വം ബെഞ്ച്. സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി വേണമെന്ന് ഉത്തരവുകൾ നിലനിൽക്കുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയുടെ അനുമതി തേടാൻ ആവശ്യത്തിന് സമയം ദേവസ്വം ബോർഡിനുണ്ടായിരുന്നുവെന്നും വിമർശനം. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ശബരിമലയിലെ ദ്വാരപാലകരുടെ വിഗ്രഹ പാളി അനുമതിയില്ലാതെ ഇളക്കി മാറ്റി സംസ്ഥാനം കടത്തിയ സംഭവമേറെ വിവാദമായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം എങ്ങനെയാണ്? രോഹിണി, സ്പെഷ്യൽ കമ്മീഷണർ കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. അതായത് ദ്വാരപാലകരുടെ വിഗ്രഹത്തിന്റെ സ്വർണ്ണപ്പാളി ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഇത് ഗുരുതര വീഴ്ചയാണ്, തന്റെ മുൻകൂറായിട്ടുള്ള അനുമതി ഒന്നും തന്നെ നേടാതെയാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം അല്ലെങ്കിൽ പ്രവൃത്തി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്പെഷ്യൽ കമ്മീഷണർ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ട് ദേവസ്വം ബെഞ്ച് ഇന്ന് പരിഗണിച്ച സമയത്ത് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയും വിമർശനവും നിലവിൽ ദേവസ്വം ബോർഡിന് നേരെ ദേവസ്വം ബെഞ്ച് നടത്തിയിരിക്കുകയാണ്. അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ, അതായത് മുൻകൂർ അനുമതി ഈ ശബരിമലയിലെ വിഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണിക്കാണെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്കാണെങ്കിലും മുൻകൂർ അനുമതി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്തു നിന്നും നേടേണ്ടതുണ്ട്. തന്ത്രിയുടെ അനുമതി അനിവാര്യമാണ്. അതുകൂടാതെ തന്നെ കോടതിയുടെ അനുമതിയും വേണം. പക്ഷേ ഈ അനുമതികളൊന്നും തന്നെ നേടാതെയാണ് വിഗ്രഹത്തിന്റെ പാളി ഇളക്കി ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് അനുചിതമാണ്, ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബെഞ്ചിന്റെ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ളത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് മുൻകൂറായിട്ട് തന്ത്രിയോടടക്കം അനുമതി വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. മറ്റൊരു തരത്തിലും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു വാക്കാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഹൈക്കോടതി അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. പകരം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ട് അത് ഏറെ പ്രസക്തമായിട്ട് കണ്ടുകൊണ്ടാണ് ഹൈക്കോടതി വെള്ളിയാഴ്ചക്കുള്ളിൽ തന്നെ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൂടാതെ ദേവസ്വം കമ്മീഷണർ, അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇവർ രണ്ടുപേരും റിപ്പോർട്ട് നൽകാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അതിനെ തുടർന്ന് കൊണ്ട് ഒരു ഉത്തരവിറക്കാമെന്നും ദേവസ്വം ബെഞ്ച് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഗ്രഹം സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ പാളികളിൽ ഉള്ള അറ്റകുറ്റപ്പണി വേണമെന്നുള്ള കാര്യത്തിലാണെങ്കിലും നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അന്ന് തന്ത്രി അടക്കം ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഇത്രയധികം, അത് 2023 ഇത് സംബന്ധിച്ചുള്ള ഒരു വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾ എടുത്തു, ഇത്രയധികം സമയം ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ടാണ് മുൻകൂർ അനുമതി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറോടോ അല്ലെങ്കിൽ ഹൈക്കോടതിയോടോ തേടാഞ്ഞത് എന്നുള്ളൊരു ചോദ്യമാണ് ദേവസ്വം ബോർഡിനോട് ദേവസ്വം ബെഞ്ച് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള രേഖാമൂലമുള്ള റിപ്പോർട്ട് നൽകാനായിട്ടാണ് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനുചിതമായിട്ടുള്ള നടപടി, അതിനേക്കാൾ ഉപരി നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി വേണം. ഒപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികളിൽ ഒരു പൂർണ്ണമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കൂ എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവ്. പക്ഷേ ആ ഉത്തരവുകളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് ദേവസ്വം ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിനെ വിമർശിച്ചുകൊണ്ട് റിപ്പോർട്ട് വെള്ളിയാഴ്ചക്കകം സമർപ്പിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രോഹിണി, ശരി, രേഷ്മ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.